ഹലോ ഫ്രണ്ട്സ്, മഴതൂര് മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാമച്ചനും രേവതിക്കുട്ടിയും കൂടെ ടോണിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ടോണിയുടെ അച്ഛനും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വിസമ്മതിക്കുന്നുണ്ട് മാമച്ചൻ. പക്ഷേ ടോണി പറയാണ്, അങ്ങനെ മാറ്റി നിർത്തി ഒറ്റയ്ക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ അച്ഛനും അമ്മയും കേൾക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. മാമച്ചൻ അപ്പോൾ പറയാണ്, അത് കുഴപ്പമില്ലായിരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് അത് ടോണിയോട് പറയാൻ ചെറിയൊരു മടിയുണ്ട് ഇവരുടെ മുന്നിൽ വെച്ച്. പേഴ്സണലായിട്ട് തന്നെ എനിക്ക് സംസാരിക്കണം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അച്ഛനോടും അമ്മയോടും ഒക്കെ ഷെയർ ചെയ്യാം, അതിൽ ഒരു കുഴപ്പവുമില്ല. അങ്ങനെയാണെങ്കിൽ ശരി, വന്നോ. അങ്ങനെ ടോണി വേറൊരു മുറിയിലേക്ക്, ഹാളിലേക്ക് അവർ രണ്ടുപേരും കൂട്ടിക്കൊണ്ട് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ വീട്ടിനകത്ത് തന്നെ സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉള്ളൊരു റൂം. അത് കാണുമ്പോൾ മാമച്ചായന് അത്ഭുതം തോന്നുവാണ്. മാമച്ചായൻ ചോദിക്കുകയാണ്, ആഹാ, ഇത് കൊള്ളാലോ, വീട്ടിനകത്ത് തന്നെ സ്വിമ്മിംഗ് പൂളോ, അടിപൊളിയായിട്ടുണ്ട്. അതെ, ഞാൻ കുറച്ച് നാൾ ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് വളരെ നീറ്റായിട്ടൊന്നും അല്ലാതെ കിടക്കുന്നത്, നോക്കാതെയൊക്കെ ഇട്ടിരുന്നു, അതുകൊണ്ടാണ്. പക്ഷേ കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടമായി എന്നൊക്കെ മാമച്ചൻ പറയണം. എന്നിട്ട് മാമച്ചനോട് ടോണി ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ വന്നത്, എന്നെ അന്വേഷിച്ച് വരാൻ എന്തെങ്കിലും കാരണമുണ്ടോ, നിങ്ങൾ ആരാ, എവിടുന്നാ എന്നൊക്കെ വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ മാമച്ചൻ ഒന്ന് ആലോചിച്ച് നിന്നിട്ട് ടോണിയോട് പറയാണ്, ഞാൻ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, എനിക്കൊരു മോനുണ്ടായിരുന്നു. ആ മോന് ഇപ്പം ഇല്ല, അവൻ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ചിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ചില ജീവിതങ്ങൾ അങ്ങനെയാണല്ലോ. പിന്നെ ദൈവമാണെങ്കിൽ ചിലരെ അങ്ങ് നേരത്തെ വിളിക്കും, മതി നീ അവിടെ താമസിച്ചത്, നീ ഇങ്ങി പോരെ എന്ന് വിളിക്കും. അങ്ങനെ പോയതാ എൻ്റെ മോൻ. അപ്പോൾ ഈ നിൽക്കുന്നത് ആരാ, നിങ്ങളെ ഇടയ മകളാണോ? അങ്ങനെ രേവതിക്കുട്ടിയെ മാമച്ചൻ ഇങ്ങനെ ചേർത്ത് വച്ചിട്ട് പറയാം, എൻ്റെ മകൾ തന്നെയാണ്, അഡോപ്ഷനാണെന്ന് മാത്രമേ ഉള്ളൂ. ഓ അത് ശരി. പിന്നെ ടോണി വിവാഹിതനാണോ, ടോണി എന്താ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ടോണി പറയാം, ഞാൻ വിവാഹിതനായിരുന്നു, പക്ഷേ ഇപ്പോൾ ഡിവോഴ്സിലാണ്, ഡിവോഴ്സ് കിട്ടിയിട്ടില്ല, ആ ഒരു രീതിയിൽ നിൽക്കുകയാണ്. ആണോ, അതെന്ത് പറ്റി? അത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും ഓരോ ജീവിതങ്ങളല്ലേ ദൈവം എന്താ കരുതി വച്ചിരിക്കുന്നതെന്ന്, അതുപോലെ തന്നെയാണ്. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ഒരു പെൺകൊച്ചിനെ കണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ അതങ്ങോട്ട് അലറി വിളിക്കുകയാണ്, എൻ്റെ കൊച്ചിനെ താ എന്ന് പറഞ്ഞുകൊണ്ട്. അന്വേഷിച്ചപ്പോഴല്ലേ മനസ്സിലാവുന്നത് അത് ഒരു പ്രാന്തിയായിരുന്നു എന്ന്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ടോണിക്ക് എന്തോ തൻ്റെ ജീവിതവുമായി എന്തോ ബന്ധപ്പെട്ട് ആ ഒരു രീതിയിലാണ് അയാൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ടോണി വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് കേട്ടോ. മാമച്ചനാണ് ഈ കഥ അങ്ങോട്ട് പറയുന്നത്. എന്നിട്ട് എന്തായി എന്ന് ചോദിക്കുമ്പോൾ പറയാം, അല്ല അതെ, അതിന് പ്രാന്താണ്, കാര്യം അന്വേഷിച്ചപ്പോഴാണ് പറയണത്, കല്യാണിൻ്റെ വിവാഹം കഴിഞ്ഞു, പക്ഷേ ഡിവോഴ്സാണ്. കാരണം പ്രാന്തായതുകൊണ്ടാണ് ഡിവോഴ്സ് ചെയ്തതെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പോഴല്ലേ അറിയുന്നത് വിവാഹത്തിന് മുമ്പേ അത് ഗർഭിണിയായിരുന്നു. അത് ഹസ്ബൻഡ് അറിഞ്ഞു, പിന്നീട് അങ്ങനെ അതിനെ ഉപേക്ഷിച്ചു. ഇങ്ങനെയൊക്കെയാണ്. ഓ അതാണല്ലേ, ഏകദേശം എൻ്റെ ജീവിതത്തിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത് എന്ന് ടോണി അങ്ങോട്ട് പറയാ. ആണോ? അതെ, ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഓ അതെങ്ങനെയാണ് അറിഞ്ഞത് ഇങ്ങനെയൊക്കെ ആണെന്നുള്ളതും, വിവാഹത്തിന് മുമ്പ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടെന്ന്? അപ്പോഴാണ് ടോണി പറയുന്നത്, ഓരോ പെണ്ണുങ്ങളുണ്ട്, അതെ, ജീവിതം എന്തോ വലിയ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവില്ലാത്തൊരു ജീവിതം അവർക്കില്ല. നമുക്ക് ഊണിൽ ഉറക്കത്തിലൊക്കെ ഭർത്താവ്, ജോലിക്ക് പോയാൽ 100 വട്ടം വിളിക്കും, ചായ കുടിച്ചോ, ചോറ് കഴിച്ചോ, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ച്. വീട്ടിൽ വന്നു കഴിഞ്ഞാലോ തല മസാജ് ചെയ്ത് തരുന്നു, നഖം വെട്ടിത്തരുന്നു, ഉമ്മ വയ്ക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, എന്താ സ്നേഹം. അങ്ങനെയായിരിക്കും നമ്മളും എന്താ വിചാരിക്കുക, കൈ വെള്ളയിലായിരിക്കും കൊണ്ട് നടക്കുന്നത്, ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ അബദ്ധം പറ്റുന്നത് പിന്നീടാണല്ലോ. അതാണ് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് ടോണി എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് മാമച്ചൻ ചോദിക്കുമ്പോൾ അയാൾ അപ്പോൾ പറയുന്നുണ്ട്, അത് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഗൾഫിലായിരുന്നു. അപ്പോൾ ഗൾഫിലിരിക്കുന്ന സമയം ഞാൻ എൻ്റെ വൈഫിനെ കല്യാണം കഴിച്ച് ഞാൻ നേരെ അങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നാലും അവൾക്കൊരു സന്തോഷമില്ല, എപ്പം നോക്കിയാലും ഒറ്റയ്ക്കിരിക്കും. പിന്നെ ഒരു കൈ എടുത്ത മുടി എപ്പോഴും ഇങ്ങനെ ചുറ്റിയിരിക്കും, ഓരോന്ന് ആലോചിക്കും. നമ്മൾ ചെന്ന് വിളിച്ചാൽ പേടിച്ചരണ്ടതുപോലെ നിൽക്കും. ഇങ്ങനെയൊക്കെ ആയി ഒരു പ്രത്യേകതരം സ്വഭാവം പോലെ എനിക്ക് തോന്നി. അങ്ങനെ അവിടെ തന്നെ ഉള്ള സൈക്യാട്രിസ്റ്റിനെ ഞാൻ കാണിച്ച സമയത്താണ് സത്യം ഞാൻ അറിയുന്നത്. എങ്ങനെയാണ് അറിഞ്ഞത്? അതാ ഞാൻ പറയുന്നത്. അവസാനം നല്ലൊരു ചികിത്സ കൊടുത്തപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, ശരിക്കും ഇത് നോർമലി ഉള്ളതല്ല, ഇത് വട്ടാണെന്ന് എന്നെ പറഞ്ഞു. അങ്ങനെ ഈ വട്ട് എന്തുകൊണ്ടുണ്ടായി, എങ്ങനെ ഉണ്ടായി? അപ്പോഴാണ് അവൾ തൊട്ട് തന്നെ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം, കുഞ്ഞെവിടെ, ഇങ്ങനെയായിരുന്നു. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നോർമലി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നൊരു ജീവിതമായിരുന്നു. തിരിച്ച് ഗൾഫിലേക്ക് പോയതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് തന്നെ. അത് എങ്ങനെയാണ് ശരിക്കും ടോണി അറിഞ്ഞത്? അത് ഇവർ ശരിക്കും
ഇവള് കല്യാണത്തിന് മുന്നേ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കൊണ്ട് കളഞ്ഞു ആ കൊച്ചിനെ. അപ്പോൾ രേവതിക്കുട്ടി അയ്യോ ആണോ, എവിടെയാ കളഞ്ഞേ, എന്തേ പോയെടുത്ത് ദത്തെടുത്ത് വളർത്തണമെന്നുണ്ടോ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. ആ അങ്ങനെ കളഞ്ഞു. അല്ല അവർ ശരിക്കും കൊല്ലാനോ എന്തോ തീരുമാനിച്ചു. അങ്ങനെ ഇവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ആ കൊച്ചിനെ വേറെ എങ്ങോട്ടോ മാറ്റി നിർത്തിയിട്ടാണ് കല്യാണം കഴിപ്പിക്കുന്നത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം, എപ്പോൾ വേണമെങ്കിലും നിനക്ക് വന്ന് കാണാം എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ നമ്മളിവിടുത്തെ ലീവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഇവളെ എവിടെയാണ് കൊച്ചിനെ ഏൽപ്പിച്ചിരുന്നത് അവിടെ പോയി ഇവൾ കുഞ്ഞിനെ കാണാൻ പോയി. പക്ഷേ അവിടെ ആ കുഞ്ഞില്ല. അവരുടെ ബന്ധുക്കളെല്ലാം ചേർന്ന് കുഞ്ഞിനെ അവിടുന്ന് മാറ്റി. അതോടുകൂടി അവളുടെ സമനില തെറ്റി. അപ്പോൾ അവൾ ചോദിക്കേണ്ടായി എൻ്റെ കുഞ്ഞെന്തിയെന്ന്. അപ്പോൾ ബന്ധുക്കളെല്ലാവരും കൂടെ പറയുന്നുണ്ട്, നീ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ നിൻ്റെ പാട് നോക്ക്, നിനക്കൊരു പുതിയ ജീവിതം കിട്ടില്ലേ, നിനക്ക് ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവും, ആ കുഞ്ഞുങ്ങളെ നീ വളർത്തിയാൽ മതി, ഇതിൻ്റെ കാര്യം നീ അറിയണ്ടെന്ന്. അതോടുകൂടിയാണ് അവളുടെ സമനില തെറ്റിയത്. രണ്ടാമത് അവളെയും കൂട്ടി ഞാൻ ഗൾഫിലേക്ക് പോകുമ്പോഴാണ് വീണ്ടും അവൾക്ക് മെൻ്റലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞതും. ഓ അപ്പോൾ അതാണല്ലേ കഥ. അതെ, എന്ത് ചെയ്യാൻ, നമ്മൾ കൈ വെള്ളയിൽ കൊണ്ടുവന്ന ആ ഒരു ഇത് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവർക്ക് ഉണ്ട് എന്ന് അറിയുമ്പോഴത്തേക്കും ആ സമയം എൻ്റെ മനസ്സിലെന്താ, നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കയ്യിൽ നിധി പോലെ കൊണ്ട് നടന്നത് ഒരു നിമിഷം കൊണ്ട് അത് കരിക്കട്ടയായി പോയി എന്നറിയുമ്പോൾ ഉള്ള ആ ഒരു വികാരം ഉണ്ടല്ലോ, അത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ. എന്നിട്ട് ടോണി ഇത്രയും പറഞ്ഞ് ഞങ്ങൾക്ക് കരയാണ് കേട്ടോ അങ്ങോട്ട് തിരിഞ്ഞു നിന്നും. അപ്പോൾ തന്നെ രേവതി മാമച്ചനെ വിളിച്ചിട്ട് നമുക്ക് പോയാലോ, പോവാം ഇനിയിപ്പം, അല്ലെങ്കിൽ ചോദിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മാമച്ചൻ നീ എന്താ പറയണേ? അല്ല നമുക്ക് പോവാം, ഇനിയിപ്പം നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ തിരിഞ്ഞു നിന്നിട്ട് ടോണി ചോദിക്കുന്നുണ്ട്, അതൊക്കെ പോട്ടെ, എൻ്റെ കഥ ഇതൊക്കെ തന്നെയാണ്, അതൊന്നും സാരമില്ല, നിങ്ങൾ എന്തിനാ വന്നത് അത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പം ഇതിനിടയിൽ കൂടെ ഇവർ വന്ന കാര്യങ്ങൾ പറയാൻ നിന്നാൽ ആകെ കുഴപ്പമാവും. ഏകദേശ രൂപം കിട്ടിയല്ലോ. അപ്പോൾ തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, അല്ല ആ കുഞ്ഞിനെ കളഞ്ഞോ അതോ കൊല്ലുകയാണോ ചെയ്തതെന്ന് ചോദിക്കുക കേട്ടോ. അതെന്താ നിങ്ങൾ അറിയുന്നത്? കൊല്ലാൻ എന്തായാലും വഴിയുണ്ടാവില്ല, അവിടെ നിന്നിടത്തുനിന്ന് മാറ്റി അവിടെ താമസിപ്പിച്ചു, അതാണ്. അല്ല ഞങ്ങൾക്കൊന്നും അറിയണ്ട, വെറുതെ ചോദിച്ചതാണെന്ന് പറയുമ്പോൾ എന്നിട്ട് മാമച്ചൻ പറയണം, ഞങ്ങൾ നിങ്ങളോട് ചോദിക്കാനും പറയാനും വന്ന കാര്യത്തെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ടോണി ആകെ ഇമോഷണലി ആയിപ്പോയി. അതൊന്നും കുഴപ്പമില്ല, എനിക്കിപ്പോൾ ഓക്കെയാണ്, നിങ്ങൾ വന്ന കാര്യം പറഞ്ഞോളൂ, അത് വേണ്ട. എന്തായാലും ടോണി ഓക്കെ അല്ലാന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾക്കും ടോണിയോട് ആ കാര്യം പറയാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടല്ലോ, ഇനി വേറൊരു ദിവസം വരുമ്പോൾ നമുക്ക് കാണാം. ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ അവർ പുറത്തേക്ക് വരുവാണ് കേട്ടോ. അങ്ങനെ നേരെ വീട്ടിലേക്ക് ചെല്ലണ്ട കാറിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ അപ്പോൾ നമ്മുടെ കാറ് ഡ്രൈവ് ചെയ്ത് വരുന്നത് ജോസൂട്ടിയാണല്ലോ. ജോസൂട്ടി ചോദിക്കുന്നുണ്ട്, എന്താ രണ്ടുപേരുടെ മുഖം കടന്നൽ കുത്തിയതുപോലെയാണല്ലോ, പോയിട്ട് സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ. പോയ കാര്യം നടന്നില്ല അതുകൊണ്ടാ എന്നൊക്കെ പറയുമ്പോൾ മാമച്ചൻ പറയുന്നുണ്ട്, നീ അങ്ങോട്ട് വണ്ടി എടുക്കുക. വണ്ടി എത്തി. വീട്ടിലെത്തുമ്പോൾ തന്നെ ജോസൂട്ടി തിരിഞ്ഞു നോക്കിയിട്ട് പറയാണ്ട്, വീടെത്തിയല്ലോ, ഇറങ്ങണില്ലേ? നീ ഇറങ്ങിയോ? നീ ഇറങ്ങിയിട്ടല്ലേ ഞങ്ങൾ ഇറങ്ങേണ്ടത്, ആദ്യം നീ ഇറങ്ങുക എന്ന് മാമച്ചൻ വലിയ നീരസത്തോടെ പറയാണ്. അതൊക്കെ കഴിഞ്ഞ് ഇവർ ഇറങ്ങുമ്പോൾ രേവതിക്കുട്ടി ചോദിക്കുകയാണ്, അമ്മച്ചായ നമ്മൾ പോയത് വെറുതെ ആയല്ലോ അങ്ങളെ. എന്ത് വെറുതെ ആയി? എന്തായാലും ടോണിയെ കാണാൻ പറ്റിയില്ലേ, പരിചയപ്പെട്ടില്ലേ, പിന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്വാതന്ത്ര്യത്തോടെ അവിടെ പോയി കയറാമല്ലോ, കാര്യങ്ങൾ അന്വേഷിക്കാമല്ലോ. എന്നാലും കുഞ്ഞിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റിയില്ല, ഇത്രയൊക്കെ അറിഞ്ഞില്ലേ. അങ്ങനെ അതും കൊണ്ട് നേരെ അകത്തേക്ക് വരും. ഗ്രേസമ്മ കിടക്കുന്നുണ്ട്. ഗ്രേസമ്മയ്ക്ക് കാലിന് നല്ല സുഖമില്ല, തരിപ്പൊക്കെയാണ്. അന്ന് രാവിലെ രേവതിക്കുട്ടി പോകുമ്പോൾ തന്നെ കാലെല്ലാം നന്നായിട്ട് മസാജ് ചെയ്ത് എണ്ണയൊക്കെ ഇട്ട് ആവി പിടിപ്പിച്ചിട്ടാണ് പോയത്. എന്നിട്ടും വലിയ കുറവൊന്നും ഇല്ലാത്ത കാരണം സെറ്റിയിൽ അങ്ങനെ കിടക്കുകയാണ്. രേവതി അകത്ത് പോയി 2 കപ്പ് ചായ ഉണ്ടാക്കി 2 പേർക്കും കൊടുക്കുകയാണ്. എന്നിട്ട് പറയാം, ഇതൊക്കെ കുടിക്ക്, അപ്പോൾ തന്നെ മനസ്സിനൊക്കെ ഒരു ആശ്വാസവും ഒക്കെ കിട്ടും എന്ന് പറഞ്ഞ് അതിനെക്കൊണ്ട് അവരെ കുടിപ്പിക്കുകയാണ്. അത് കഴിയുമ്പോൾ മാമച്ചൻ നടന്ന കാര്യങ്ങളെല്ലാം ഗ്രേസമ്മയോട് പറഞ്ഞല്ലോ. അപ്പോൾ ഗ്രേസമ്മ രേവതിയോട് പറയാം, എടി പോയ കാര്യം എന്തായി? അതിന് അങ്കിളെല്ലാം പറഞ്ഞില്ലേ? എന്തൊക്കെ പറഞ്ഞു, പക്ഷേ നീ പറഞ്ഞാൽ മാത്രമേ എനിക്ക് കൂടുതൽ അത് കേൾക്കാനുള്ളൊരിതുണ്ടാവുള്ളൂ. അങ്ങനെ രേവതിക്കുട്ടി അവിടെ നടന്ന സംഭവങ്ങൾ മുഴുവനും ഗ്രേസമ്മയെ പറഞ്ഞ് ബോധിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാം, ഒരൊറ്റ കാര്യം മാത്രമേ ഇനി അറിയാനുള്ളൂ, കുഞ്ഞ് മരിച്ചിട്ടുണ്ടോ ജീവനോടെ ഇരിപ്പുണ്ടോ? മാമച്ചായം പറയാനുണ്ട്, എടി കൊല്ലാനാണെങ്കിൽ അവർക്ക് നേരത്തെ ആവാറുന്നില്ലേ, ജനിച്ചപ്പോൾ തന്നെ. ഇത് വേറെ എങ്ങോട്ടോ മാറ്റി ഒന്നി ആരോ അഡോപ്റ്റ് ചെയ്യുകയോ വാങ്ങിച്ചുകൊണ്ട് പോവുകയോ ചെയ്തു, ഇല്ലെങ്കിൽ വേറെ എവിടെയോ നിർത്തിയിട്ടുണ്ട്. അത് മാത്രമേ ഇനി നമ്മുടെ മുന്നിൽ കണ്ടുപിടിക്കാൻ പറ്റൂ. പക്ഷേ ടോണിയായിട്ട് പരിചയപ്പെട്ടത് കൊണ്ട് നമുക്ക് ടോണി മുഖേന ഷെറിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ രമേശൻ നായർ അവിടെ എത്തിയിട്ടുണ്ട്.
നേരെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ജോസൂട്ടി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്നാൾ വന്ന ഒരാളല്ലേ? അതെ. വീണ്ടും നിങ്ങൾ വന്നു, എന്തിനാ വന്നത്? അന്ന് വന്നിട്ട് എന്താ സംസാരിച്ചിട്ട് കാര്യങ്ങളൊന്നും ശരിയായില്ലേ? ആ, ശരിയായില്ല. ഇവിടെ രേവതിക്കുട്ടി എന്ന് പറഞ്ഞൊരു കുട്ടി നിൽപ്പുണ്ടോ? ആ, ഉണ്ടല്ലോ, അവൾ അകത്തുണ്ടെന്ന് പറയാം. അങ്ങനെ രേവതിക്കുട്ടിയെ അകത്ത് ചെന്ന് കാണണമെന്ന് വിചാരിച്ച് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ ഗ്ലാസ്സിൽ കൂടെ നോക്കുന്നത് ഗ്രേസമ്മയാണ്. പുറത്ത് നിൽക്കുന്ന ആളെ കണ്ട് ഗ്രേസമ്മ ഞെട്ടിപ്പോവുക. എന്നിട്ട് ഓടിപ്പോയി രേവതിക്കുട്ടിയോട് പറയാം, എടി നീ പുറത്തേക്കൊന്നും വന്നേക്കരുത്, വന്ന ആളിനോട് ഞാൻ തന്നെ സംസാരിച്ചോളാം. പിന്നെ ഈ വരുന്നവരെയൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല. അന്ന് വന്നില്ലേ നിന്നെ അന്വേഷിച്ച് ബന്ധുവെന്ന് പറഞ്ഞ്, അയാളാണ് വീണ്ടും വന്നേക്കുന്നത്. നീ ഇപ്പോൾ കോളേജിലൊക്കെ പോയി തുടങ്ങിയതല്ലേ, അപ്പം നിന്നെ പലരും വാച്ച് ചെയ്യും. നീ കാണാനും സുന്ദരിയാണ്. അങ്ങനെ കണ്ട് കണ്ട് നിന്നെക്കുറിച്ചൊക്കെ അന്വേഷിക്കും, വീട് അന്വേഷിക്കും. എന്നിട്ടാണ് അപ്പോഴല്ലേ നീ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇവിടെയെന്ന്. അപ്പോൾ നിന്നെക്കുറിച്ച് എന്ത് അറിയാൻ ആഗ്രഹവും ഇഷ്ടവുമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ അന്വേഷിക്കും. എന്നിട്ട് കള്ളത്തരങ്ങൾ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവും. ഇന്നത്തെ കാലം അറിയാമല്ലോ, പെൺവാണി പോവും, അതും ഇതും പിടിച്ചുകൊണ്ട് പോയാൽ ബാക്കി കാര്യം ഞാൻ പറയണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടോ ആൻറ്റി? അങ്ങനെയൊക്കെ ചെയ്യുമോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ആ, ആവശ്യമുള്ളവരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ ഇങ്ങോട്ടൊന്നും വരണ്ടാന്ന്. എന്നിട്ട് ഗ്രേസമ്മ പോയി വാതിൽ തുറക്കണം. രമേശൻ നായരെ കാണുമ്പോൾ അത്ര സുഖവും തോന്നില്ല. അപ്പോൾ അയാൾ പറയാണ്, എനിക്ക് ഞാൻ നിങ്ങളെപ്പോലെ നല്ല കുടുംബത്തിൽ ഉള്ള ഒരാളാണ്. പിന്നെ കള്ളുകുടിയോ മദ്യപാനോ ഒന്നുമില്ല. എന്നെ ധൈര്യമായിട്ട് വീട്ടിനകത്ത് കയറ്റാം, ഒന്നുകൊണ്ട് പേടിക്കണ്ട. അപ്പോൾ ഗ്രേസമ്മയ്ക്ക് മനസ്സിലായി കാര്യം എന്താണെന്ന്. അകത്തേക്ക് വിളിച്ചിരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളകത്ത് വന്നോളൂ എന്ന് പറയാം. അപ്പോൾ തന്നെ വീണ്ടും അയാൾ പറയുന്നുണ്ട്, അന്ന് നിങ്ങളുടെ കൂടെ ഒരാളിവിടെ ഇരുന്നില്ലേ, അതെൻ്റെ ഭർത്താവാണ്, മാമച്ചായൻ. എന്തിയെ? ഉണർന്നിട്ടല്ല, കിടക്കാണ്, കാലിന് നല്ല സുഖമില്ല. ഓ, അത് ശരി. എന്നാൽ പിന്നെ അങ്ങ് കിളിമാനൂരെ നല്ലൊരു വൈദ്യനുണ്ട്, നമുക്കൊന്ന് കാണിച്ചാലോ? നിങ്ങൾ ചികിത്സിക്കാനാണോ വന്നത്? അല്ലല്ലോ. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ നിങ്ങൾ ഇത്ര രാവിലെ എങ്ങനെ ഇവിടെ എത്തി? കിളിമാനൂരിൽ നിന്ന് ഇവിടം വരെ എങ്ങനെയാലും 3-4 മണിക്കൂർ എടുക്കണ്ടേ? അതൊക്കെ ശരിയാണ്. ഞാൻ ഇന്നലെ വന്ന് ഹോട്ടലിൽ റൂം എടുത്തിരുന്നു. എന്നിട്ട് രാവിലെ ഇങ്ങി പോന്നു. കുറച്ചുകൂടി താമസിച്ചാൽ നിങ്ങൾ പലരും പല വഴിക്ക് പോയാലോ എന്നും പറഞ്ഞാൽ ഞാൻ ഓടി ഇങ്ങി വന്നത്. എന്നിട്ടും ഗ്രേസമ്മ ഇരിക്കാൻ പറഞ്ഞിട്ടില്ല. ഉടനെ തന്നെ രമേശൻ നായർ അങ്ങോട്ട് പറയുന്നുണ്ട്, എനിക്കാണെങ്കിലേ സ്വത്തുവകകളും ഏക്കർ കണക്കിന് എല്ലാം ഉണ്ട്, വീടും കാറും ഒക്കെ ഉണ്ട്, പുരയിടങ്ങളും എല്ലാം ഒരുപാടുണ്ട്. എനിക്ക് വയസ്സ് 10-79 വയസ്സാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ മറ്റുള്ളവരുടെ ഒരാളെ അന്വേഷിച്ച് പെട്ടെന്നൊക്കെ ഇങ്ങനെ വരണമെങ്കിൽ അവരെന്താ ചിന്തിക്കുക? എന്തെങ്കിലും അടിച്ചു മാറ്റാനോ മോഷ്ടിക്കാനോ ആയിരിക്കും അല്ലേ? പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല കേട്ടോ, എനിക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്ന് ഇരിക്കാനെങ്കിലും പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ്. സോറി കേട്ടോ, ഞാൻ മറന്നുപോയി, നിങ്ങൾ ഇരിക്കുമെന്ന് പറയാം. അങ്ങനെ രമേശൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾ എന്തിനാ ഇപ്പോൾ വന്നേന്ന് ചോദിക്കുമ്പോഴാണ് അയാൾ പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല, ഞാൻ വീണ്ടും നിങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ 35 വയസ്സായ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ എന്ന്. ഞാൻ അതുകൊണ്ട് തന്നെ കഴക്കൂട്ടത്തേക്ക് പോയി വീണ്ടും അന്വേഷിച്ചു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയല്ല, 10-18 വയസ്സായ ഒരു കൊച്ചിനെ ഇവിടെ തന്നിട്ടുണ്ട്, രേവതിക്കുട്ടി ഇവിടെ തന്നെയാണ് തന്നത് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നത്, വെറുതെ എന്തിനാ കള്ളം പറയുന്നത്? അങ്ങനെ ചോദിച്ച് ഗ്രേസമ്മ ആകെ പേടിച്ച് നിൽക്കുക കേട്ടോ. എന്തായാലും രേവതിക്കുട്ടീനെ ഇയാൾക്ക് കാണിച്ച് കൊടുത്തേ പറ്റുള്ളൂ. ഇതൊക്കെയാണ് കേട്ടോ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.